എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജൂലൈ 11 ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 11. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം എപ്പോഴാണ്? ഉത്തരം 1989. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്നാണ്? ഉത്തരം 1990 ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ KC സക്കറിയ. ജനസംഖ്യാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജോൺ ഗ്രാൻഡ്. ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷം? ഉത്തരം 1872. ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 9. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികഞ്ഞ കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ആസ്ഥ. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഡെമോഗ്രഫി. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം മദേജ് ഗാസ്പർ. 1987 ജൂലൈ 11 ആണ് കുട്ടിയുടെ ജനനം. ക്രൊയേഷ്യയിലാണ് ജനിച്ചത്. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ഏഷ്യ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോൾ, ആരുടെ കാലത്ത്? ഉത്തരം 1881 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത്. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തോമസ് റോബർട്ട് മാൽത്തൂസ്. പ്രിൻസിപ്പൽസ് ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം തോമസ് റോബർട്ട് മാൽത്തൂസ്. ലോക ജനസംഖ്യാ വർഷമായി UN ആചരിച്ച വർഷം എപ്പോഴാണ്? ഉത്തരം 1974.
ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? ഉത്തരം 15ാമത്തെ സെൻസസ്. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ജനസംഖ്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഉത്തരം പ്രൊഫസർ എസ് ബി വൈലാൻഡ്. സെൻസസ് ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. തിട്ടപ്പെടുത്തുക എന്ന് അർത്ഥം വരുന്ന ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൻസസ് എന്ന പദം രൂപം കൊണ്ടത്? ഉത്തരം സെൻസറെ എന്ന പദത്തിൽ നിന്ന്. കൃത്യമായ ഇടവേളകളിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ തുടങ്ങിയത് ആരാണ്? ഉത്തരം റോമക്കാർ. സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം എന്യൂമാറ്റർ. ആദ്യ ലോക ജനസംഖ്യാ സമ്മേളനം നടന്നത് ഏത് വർഷം? ഉത്തരം 1927. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഉത്തരം 10 വർഷം കൂടുമ്പോൾ. ഇന്ത്യയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 246. ഇന്ത്യയിൽ സാക്ഷരതാ ശതമാനം ഏറ്റവും കൂടുതലുള്ള ജില്ലയായ സെർച്ചിപ്പ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മിസോറാം. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപ്. തിരുവിതാംകൂറിലെ ആദ്യ സമഗ്ര സെൻസസ് നടത്തിയത് ആരാണ്? ഉത്തരം ആയില്യം തിരുനാൾ. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ദാദ്ര നഗർ ഹവേലി. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം സിക്കിം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ല. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏതാണ്? ഉത്തരം ടോക്കിയോ. സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിൽ. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം കനേഷുമാരി. ഇത് പേർഷ്യൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. UNOയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2028 ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ആവുന്നത് ഏത് നഗരമാണ്? ഉത്തരം ഡൽഹി. കാനേഷുമാരി അതായത് സെൻസസ് എന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത്
ആരാണ്? ഉത്തരം കൗഡല്യൻ. അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രം എന്ന കൃതിയിൽ. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം മധ്യപ്രദേശിലെ അലിരാജ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? ഉത്തരം മഹാരാഷ്ട്രയിലെ താനെ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ദിബാംഗ് വാലി. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷം എപ്പോഴാണ്? ഉത്തരം 2011. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കുടുംബാസൂത്രണത്തിന്റെ ആപ്തവാക്യം എന്താണ്? ഉത്തരം നാം 2 നമുക്ക് 2. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം മേഘാലയ. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം നാഗാലാൻഡ്. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഡെമോ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ജനങ്ങൾ. ഇന്ത്യയിലെ 2011 സെൻസസിന്റെ ആപ്തവാക്യം എന്തായിരുന്നു? ഉത്തരം അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. അപ്പോൾ കൂട്ടുകാരി, ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. കൂട്ടുകാർ കമൻറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയിൽ സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല ആർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വേഗത്തിൽ കൂട്ടുകാർ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ചാനലിലായിരിക്കും ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കുക. നമ്മുടെ ബഷീർദിന ക്വിസ് മത്സരം അവസാനിക്കുന്നത് ജൂലൈ 10 രാത്രി 7 മണിക്കായിരിക്കും. അപ്പോൾ തുടർന്നുള്ള മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക.